മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയ്ക്ക് ഏറെ പ്രിയപ്പെട്ടവരെ, ഗുഡ്നസ് ടി വി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഈ പ്രഭാത വിരുന്ന് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനം 37:5 നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, അവിടെ നോക്കിക്കൊള്ളൂ. എത്രയോ ആശ്വാസദായകമായ ഒരു വചനമാണിത്. കർത്താവിന് ഭരമേൽപ്പിക്കപ്പെടുമ്പോൾ കർത്താവെല്ലാം നോക്കിക്കൊള്ളും. നമ്മൾ ഈ ദിവസത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലോർത്ത് അത് നമുക്ക് കർത്താവിന് ഭരമേൽപ്പിക്കാം. നമ്മളെന്തിനാ നമ്മുടെ ഭാരം ചുമക്കുക? നമ്മളെന്തിനാ അനാവശ്യമായ ഭാരങ്ങൾ ചുമന്ന് തളരുക? കർത്താവ് നമ്മളോടൊപ്പമുള്ളത് കൊണ്ട് ഈ ദിവസത്തെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ അധ്വാനങ്ങൾ, ക്ലേശങ്ങൾ, സഹനങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ, അതുപോലെ അപ്രതീക്ഷിതമായി കടന്നു വരാവുന്ന ചില ജോലികൾ, ഉത്തരവാദിത്തങ്ങൾ, അങ്ങനെയുള്ള എല്ലാത്തിനെയും, നമ്മളിന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയെയും, നമ്മുടെ സഹകരിക്കുന്നവരെയും, നമ്മുടെ കുടുംബങ്ങളിലുള്ളവരെയും, നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെടുന്നവരെയും, പ്രത്യേകമായി കടബാധ്യതകളിലും അതുപോലുള്ള കുരുക്കുകളിലും പെട്ട് കിടക്കുന്നവരെയും, ജീവിതത്തിൽ നിരാശ അനുഭവിക്കുന്ന വ്യക്തികളെയെല്ലാം നമുക്കൊരു നിയോഗം പോലെ കർത്താവിന് സമർപ്പിച്ച് ഹൃദയത്തിൽ പ്രാർത്ഥിച്ചിരിക്കാം. കണ്ണുകളൊക്കെ അടച്ച് നമുക്ക് ഒരു നിമിഷം തമ്പുരാൻ്റെ സ്നേഹത്തിനും കരുണയ്ക്കും എല്ലാവരെയും സമർപ്പിച്ച് നമ്മുടെ ഈ ദിവസത്തെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പാകെ എല്ലാവരെയും ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരുണയുടെ കരം ഞങ്ങളുടെ മേൽ നീ ഇന്ന് പ്രത്യേകമായി നീട്ടണമേ. എല്ലാം നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ അധ്വാനങ്ങളെയും പരിശ്രമങ്ങളെയും ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും നിൻ്റെ മഹത്വത്തിനും ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനും എല്ലാം യോഗ്യമാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ ഞങ്ങളുടെ എല്ലാ യാതനകളെയും പ്രാർത്ഥനയും നിനക്ക് സമർപ്പിക്കുന്നു. അമ്മേ മാതാവ്, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമ്മളിന്ന് നമ്മുടെ ധ്യാന വിഷയമായിട്ട് എടുക്കുന്നത് ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ്. കർത്താവ് പറയുന്നു, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിൻ്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട്. എന്തുമാത്രം ആശ്വാസദായകമായൊരു വചനമാണിത്. നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും ആയതുകൊണ്ട് എന്ന അതിന് ന്യായം പറയുക.
നമ്മൾ പ്രിയപ്പെട്ടവരാണ്, തമ്പുരാന് മുമ്പിൽ ബഹുമാന്യരാണ് എന്ന ചിന്ത പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ താങ്ങും തണലുമായി നിൽക്കുന്നതാണ്. കാടടച്ച് എന്ന് പറയുന്നത് പോലെ ആർക്കും എന്നെ വേണ്ട, ആർക്കും എന്നോട് ഇഷ്ടമില്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇങ്ങനെ നിരാശയോട് ചിന്തിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കിയിട്ട് കർത്താവ് പറയും, നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനുമാണ്, അതുകൊണ്ടാണ് നിനക്ക് ഈ നന്മകളെല്ലാം നൽകുകയും നിന്നോട് ഞാൻ കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു വലിയ വാഗ്ദാനത്തെ നമുക്ക് നൽകുന്ന വലിയ ഒരു സന്ദേശത്തെ നമുക്കിന്ന് കൂടുതലായിട്ട് ഉൾക്കൊള്ളാം. നമ്മൾ കർത്താവിന് വേണ്ടപ്പെട്ടവരും പ്രിയങ്കരരുമാണെന്ന് നമുക്ക് ഓർത്തിരിക്കാം. എറിക് എറിക്സൺ എന്ന് പറയുന്ന ഒരു ജർമ്മൻ സൈക്കോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കുറേ പഠനങ്ങളൊക്കെ ഒത്തിരി ഈ മേഖലയിൽ നമ്മളെ സഹായിക്കുന്നതാണ്. സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ പേഴ്സൺ എന്ന് പറയുന്ന ആ വിഷയം അത് 7 മേഖലകളിലായിട്ട് അദ്ദേഹം നമുക്ക് വിവരിച്ച് തരുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, മറ്റൊരു പഠന വിഷയം ഒരു വ്യക്തിക്ക് തന്നോട് തന്നെയുള്ള സ്നേഹത്തെക്കുറിച്ചാണ്. ആർട്ട് ഓഫ് ലവിങ് എന്ന് പറയും, തന്നെത്താനെ സ്നേഹിച്ച് പഠിക്കുക. അദ്ദേഹം വളരെ മനോഹരമായിട്ട് അത് 7 സ്റ്റെപ്പുകളിൽ ഈ ഒരു വ്യക്തിയുടെ ഡെവലപ്മെൻറ്റ് കുട്ടിക്കാലം മുതലുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതൊരു പഠനമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പഠനത്തിൻ്റെ മുമ്പിൽ നമ്മൾ കാണുന്നത് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നൊരു കാര്യം. നമുക്ക് നമ്മളോട് തന്നെ ഒരു മതിപ്പുണ്ടാവുക, അവനവൻ ആത്മഗുണത്തിന് ആയിട്ട് ആചരിക്കുന്നവ അന്യന് ആത്മസുഖത്തിനായി വരയണം എന്ന് ഉദ്ബോധിപ്പിക്കുന്ന നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു വളരെ മനോഹരമായ വാക്യമുണ്ട്. ഈ സമൂഹത്തെ മൊത്തം കണ്ടെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമായിരിക്കും, നമുക്ക് ആത്മസുഖത്തിന് ആയിട്ട് നമ്മൾ ആചരിക്കുന്നവ മറ്റുള്ളവർക്കും ആത്മസുഖത്തിന് ആയിട്ട് സംഭവിക്കട്ടെ. അതൊരു തത്വമാണ്, ഒരു സാമൂഹിക തത്വമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരു ചോദ്യം ഇതേ ഉള്ളൂ, നീ നിന്നെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ? അയ്യോ, നമ്മളെ തന്നെ സ്നേഹിച്ചാൽ അത് സെൽഫിഷ്നെസ് ആവില്ലേ, സ്വാർത്ഥതയാവില്ലേ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാണ് നമ്മുടെ എറിക്സൺ പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ തന്നെ സ്നേഹിക്കണം. നിന്നെ നീ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക ഒരു മാനദണ്ഡം കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. നിന്നെ നീ സ്നേഹിക്കുന്നുണ്ടോ? അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക. അത്രയും പറ്റുമോ ഒക്കെ നമ്മൾ ചോദിച്ചിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അതാണൊരു മാനദണ്ഡം. എങ്ങനെ മറ്റുള്ളവരെ, എന്തുമാത്രം മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന് പറയുന്നതിന് മാനദണ്ഡം അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ തിരുവചനം നമുക്ക് നൽകുന്ന ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ധ്യാന വിഷയമാക്കുമ്പോൾ, നീ നിന്നെ തന്നെ സ്നേഹിക്കുന്നുവോ? നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാനൊരു മാർഗം പറയാം. ഒരു തിരക്കുള്ള യാത്രാവേളയിൽ ഒരു ബസ് വരുമ്പോഴോ അല്ലെങ്കിൽ ട്രെയിൻ വരുമ്പോഴോ നമ്മൾ ചെയ്യുന്നതും ചിന്തിക്കുന്നതുമൊക്കെ എന്താണെന്ന് നോക്കിയാൽ മതി. നമ്മളെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. ബസ്സിൽ കയറിയാൽ നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് എവിടെയാണ്, എനിക്കൊരു സീറ്റ് കിട്ടുമോ? നമ്മൾ വേക്കൻ്റായിട്ടുള്ള സീറ്റുകൾ തേടി നമ്മളറിയാതെ നമ്മുടെ കണ്ണുകൾ പരതും, നമുക്കറിയാം. ഇപ്പം നമ്മളെ തന്നെ സ്നേഹിക്കുന്ന ഒരു മേഖല അതാണെന്ന് പറയും. രണ്ടാമത്തെ ഒരു മേഖലയായിട്ട് പറയുന്നത് ഭക്ഷണ മേശയിലാണ്. അതും നമ്മുടെ താല്പര്യമനുസരിച്ച് നമുക്ക് കിട്ടണം. അവിടെയും നമ്മളെ തന്നെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളങ്ങളൊക്കെ നമ്മൾ പുറത്ത് കാണിക്കും. പിന്നെ ലാഭമെന്ന് പറയുന്നൊരു വാക്കില്ലേ, എന്ത് വന്നാലും കമിഴ്ന്ന് വീണാലും കാപ്പണമെന്ന് പണ്ട് മാതാപിതാക്കന്മാരൊക്കെ ഒരു ഇതായിട്ട് പറഞ്ഞിരുന്നത് പോലെ, എൻ്റെ ലാഭം, എൻ്റെ സുഖം, എൻ്റെ സംതൃപ്തി എന്ന് പറയുന്നതിനകത്ത് സ്വാർത്ഥതയുണ്ട്. എൻ്റേത് മാത്രം, മറ്റുള്ളവരെ ഞാൻ പരിഗണിക്കാതെ. അപ്പോൾ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നത് വേറെ ചില കാര്യങ്ങൾക്ക് അടിസ്ഥാനമായി നിൽക്കാൻ വേണ്ടിയിട്ട്. നീ നിന്നെ തന്നെ സ്നേഹിക്കുന്നുവോ എന്നൊരു ചോദ്യം. അത് അപകർഷതാബോധമുണ്ടാക്കുന്നത് ആവരുതെന്നേ ഉള്ളൂ. അവിടെ നമ്മൾ കാണും, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ സ്നേഹാർഹനല്ല എന്ന് ഒരുത്തൻ ചിന്തിച്ചാൽ അവിടെയാണ് നിരാശയും ദുഃഖവും അല്ലെങ്കിൽ അപകർഷതാബോധമൊക്കെ ഉണ്ടാകുക. അപ്പം നീ നിന്നെ തന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ ആദ്യം ഓർത്ത ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43:4, നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനുമൊക്കെ ആയതുകൊണ്ട് എന്നാണ് പറയുക. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ പ്രിയപ്പെട്ടവരും ബഹുമാനരും, സെൽഫ് എസ്റ്റീം നമുക്കുണ്ട്.
ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് കൂരിക്കൂടി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവം നമുക്ക് നൽകുന്ന ആ ഒരു ആത്മവിശ്വാസം അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കർത്താവ് നമ്മോട് പറയും, മത്തായിയുടെ സുവിശേഷം 6:27, നീ എല്ലാ കുരുവികളേക്കാൾ ശ്രേഷ്ഠതയുള്ളവനല്ലേ? നീ ശ്രേഷ്ഠതയുള്ളവനാ. ഈ ആകാശത്തിൽ പറക്കുന്ന കുരുവികളെക്കാളും വയലിലെ പുഷ്പങ്ങളെക്കാളും ഒക്കെ നീ ശ്രേഷ്ഠതയുള്ളവനാണ്. നീ എല്ലാ കുരുവികളേക്കാൾ ശ്രേഷ്ഠതയുള്ളവനല്ലേ? അപ്പോൾ നമുക്ക് വിലയുണ്ട്, നമുക്ക് മാന്യതയുണ്ട്. ദൈവത്തിന് മുമ്പിൽ നമ്മൾ കുറഞ്ഞവരല്ല എന്ന ചിന്ത. മനുഷ്യൻ്റെ മുമ്പിൽ ആരെങ്കിലും നമ്മളെ തള്ളി പറഞ്ഞാലും ഈ വചനം നമ്മളെ അപ്പം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദൈവത്തിന് മുമ്പിൽ നീ വേണ്ടപ്പെട്ടവനാണ്, വിലപ്പെട്ടവനാണെന്ന ചിന്ത. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മിലെ കഴിവുകളെ നമ്മൾ ഉപയോഗിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. ദൈവം നമുക്ക് ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്, നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അവയെ കണ്ടെത്തുക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ കഴിവ് നമ്മുടെ മിഴിവായി മാറുന്നത് എപ്പോഴാണ്? അത് പ്രകടിതമാകുന്ന സമയത്തല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കഴിവുകളെക്കുറിച്ച് നമുക്ക് ഒരു ബോധ്യമുണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ വെറും കഴുതിയൊന്നുമല്ല. അങ്ങനെ ആരെയും പണ്ടൊക്കെ ആരെയും എടാ കഴുതയെന്നെങ്ങാനും വിളിച്ചു പോയതിൻ്റെ പേരിൽ ഞാനൊരു കഴുതയാണെന്ന് വിചാരിച്ച് ആരെങ്കിലും ജീവിക്കുന്നു അല്ല, എന്നിലുണ്ട്. അപ്പോൾ വയലാറിൻ്റെ ഒരു നല്ല കവിതയുണ്ട്, മനുഷ്യൻ ഞാൻ, എന്നിലുണ്ട് ഇതേവരെ ജീവിച്ച സംസ്കാരങ്ങൾ, എന്നിലുണ്ട് ഇനിയും വിടരും സംസ്കാരങ്ങൾ എന്ന് പറയുന്നത് പോലെ മനുഷ്യനാണ് ഞാൻ, എന്നിലുണ്ട് ഇങ്ങനെയുള്ള സംസ്കാരങ്ങളൊക്കെ കിടപ്പുണ്ട്. ഞാനതൊന്ന് കണ്ടെത്തിയാൽ മതി. എന്നിലുള്ള മാന്യത, ശ്രേഷ്ഠത അത് ഞാൻ കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഞാൻ കുറഞ്ഞവനല്ല, എനിക്ക് ദൈവം ഒരുപാട് നന്മകളും കഴിവുകളും തന്നിട്ടുണ്ട് എന്ന് ഓർത്ത് അതിനെയൊക്കെ വികസിപ്പിച്ചെടുക്കുക, അതിനെയൊക്കെ വർദ്ധിപ്പിക്കുക. താലന്തിന് മുമ്പ് കർത്താവ് പറയുമ്പോൾ ഇതാ കർത്താവ് ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണേൽ പറയാൻ പറ്റും. കാരണം നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകൾ, നിനക്ക് നൽകിയിരിക്കുന്ന നാണയങ്ങൾ അത് നീ വേണ്ടത്ര ഉപയോഗിക്കണം എന്നാണ് നമുക്ക് നൽകുന്ന നിർദ്ദേശം. വീണ്ടും നമുക്ക് ഈ തിരുവചനം തരുന്ന മറ്റൊരു കാര്യം, നമ്മിലെ നന്മകൾ കണ്ടെത്തുക എന്നുള്ളത്. മൂന്നാമതായിട്ട് ഒത്തിരി നന്മകൾ നമ്മളിലൊക്കെ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. ഈ നമ്മിലെ നന്മകൾ നമ്മൾ കണ്ടെത്താതെ വരുമ്പം കുഴപ്പം എന്നാണെന്നറിയാമോ? മറ്റുള്ളവർ നന്മ കാണാൻ നമുക്ക് പറ്റാതെ വരും. നമ്മളിലുള്ള നന്മകൾ ഇപ്പോൾ ചോദിക്കുക, നിനക്കിന്ന് നന്മയാണുള്ളതെന്ന് ചോദിച്ചാൽ എനിക്ക് നന്നായിട്ട് ചിരിക്കാനറിയാം, എനിക്ക് നന്നായിട്ട് സന്തോഷം പ്രകടിപ്പിക്കാനറിയാം, എനിക്ക് നന്നായിട്ട് അത് ചെയ്യാനറിയാം, ഇത് ചെയ്യാനറിയാം. അപ്പം നമ്മിലെ നന്മകൾ നമ്മൾ കണ്ടെത്തി അത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മിലെ നന്മകൾ എവിടെയൊക്കെയാണ് കിടക്കുക? നമ്മുടെ മനസ്സിലുണ്ട് ധാരാളം കാര്യങ്ങൾ. നമ്മുടെ ടാലൻറ്റുകൾ നമ്മൾ പറയുന്ന എല്ലാം നമ്മിലെ നന്മകളാണ്. അങ്ങനെയുള്ള നന്മകൾ നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ നമുക്ക് പറ്റുന്ന കുഴപ്പം എന്നാന്നറിയാമോ? മറ്റുള്ളവരിൽ നന്മ നമുക്ക് കാണാതായി തരും. അപ്പോഴാണ് നമ്മൾ അസൂയക്കാരായിട്ട് മാറുക. അസൂയ എന്ന് പറഞ്ഞ് 7 തരപ്പെട്ട ദോഷങ്ങളൊന്നല്ലേ? അപ്പോൾ നമ്മിലെ നന്മകൾ നമ്മൾ കണ്ടെത്തുന്നില്ലെങ്കിൽ നമ്മൾ അസൂയക്കാരായിട്ട് മാറും. പിന്നെ അസൂയയുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വിലപിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അസൂയക്കാർ സ്വയം വളരുകയില്ല, മറ്റുള്ളവരെ വളർത്തുകയുമില്ല. കുടുംബ പശ്ചാത്തലങ്ങളിലോ അല്ലെ ബന്ധങ്ങളിലോ ഒക്കെ ഇത് നമുക്ക് ധാരാളം കാണാൻ പറ്റും. അവനവനുള്ള നന്മ തിരിച്ചറിയാത്ത വ്യക്തിക്ക് നന്മ എന്താണെന്ന് മനസ്സിലാകുകയില്ല. അതുകൊണ്ട് ആരിലെയും നന്മകൾ കണ്ടെത്താൻ പറ്റില്ല, ആരെയും നന്മയിലേക്ക് വളർത്തുകയില്ല, നമ്മളും വളരുകയില്ല. അതൊരു വലിയ ബുദ്ധിമുട്ട് പിടിച്ച ഒരു അവസ്ഥയല്ലേ? നമുക്കതുകൊണ്ട് അപകർഷതാബോധത്തിലേക്ക് പോവാതിരിക്കാൻ ഇതൊക്കെ ശ്രദ്ധിക്കണം. വീണ്ടും നമുക്ക് പറയാൻ സാധിക്കും, സ്വയം അഭിനന്ദിക്കാൻ പഠിക്കുക. അതും അഹങ്കാരത്തിൻ്റെതൊന്നുമല്ല. സ്വയം അഭിനന്ദിക്കാൻ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ കൃപകളെയും അനുഗ്രഹങ്ങളെയും ദൈവത്തിൻ്റെ ദാനമായിട്ട് കണ്ട് ദൈവത്തെ സ്തുതിക്കാൻ പഠിച്ചാൽ മതി. ഒരാധ്യാത്മിക തത്വമുണ്ട്. അതായത് നമ്മൾ ഏതൊരു അനുഗ്രഹത്തെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നുവോ, ഏത് നന്മയോർ ദൈവത്തിന് നന്ദി പറയുന്നുവോ, ആ അനുഗ്രഹം, ആ നന്മ നമുക്ക് കൂടുതലായി ലഭിക്കും, നമ്മിലത് വളരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ, കൃപകളെയൊക്കെ ഓർക്കണം, ധ്യാനിക്കണം. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കണം നമ്മുടെ പഠന വിഷയമായിട്ട്. നമ്മളൊരു സെൽഫ് അനാലിസിസൊക്കെ നടത്തുകയാണെങ്കിൽ ദൈവം എനിക്ക് തന്നിരിക്കുന്ന നന്മകൾ, കൃപകൾ, അനുഗ്രഹങ്ങൾ അതോർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയുമ്പോൾ ആ അനുഗ്രഹം നമ്മിൽ വളരും, അത് നമ്മൾ വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് ധാരാളം കൃപകളെ ദൈവത്തിന് ധാരാളം നന്ദി പറയാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവരിൽ നന്മ കാണാൻ പറ്റാതെ വരുമ്പോൾ എന്ത് പറ്റും? നമ്മളിൽ നന്മ ഒഴുകാതെ വരും. അല്ലെങ്കിൽ ഈ നന്മകളൊക്കെ കണ്ടെത്തി കഴിയുമ്പോൾ അത് ഒരു ജലപ്രവാഹം പോലെ, നദി പോലെ നമ്മളിൽ നിന്ന് ഒഴുകും, നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ അതുകൊണ്ട് സ്വന്തം ജീവിതത്തിൻ്റെ അഴക് ധ്യാനിക്കണം. നമ്മൾ സ്വന്തം ജീവിതത്തിൻ്റെ ഒരു അഴകുണ്ട്, അത് നമ്മൾ ധ്യാനിച്ചേ മതിയാവും, അത് നമ്മൾ കണ്ടെത്തിയേ മതിയാവും. അങ്ങനെ വരുമ്പോൾ ഇത് പരിസരത്തെ പോലും ബാധിക്കും.
ഇതിനോട് ചേർത്ത് വെച്ച് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, ജീവിതത്തിൻ്റെ അഴകിനെക്കുറിച്ച് ധ്യാനിക്കുന്നത് പോലെ തന്നെ ഒരു പരിസരത്തിൻ്റെ അഴക്. ചില ആളുകളല്ലേ ഒന്നും യാതൊരു ശ്രദ്ധയും, വീടുകളിലാകാം, ഓഫീസുകളിലാകാം, പ്രവർത്തനം എല്ലാം വലിച്ചു വാരിയിട്ട് അവിടെ കിട്ടും. അതേസമയം അടുക്കും ചിട്ടയും ജീവിതത്തിന് അഴക് വരുത്തുന്ന സ്വഭാവമുള്ള ആളുകൾ, നന്മയുള്ളവർ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാകും. അത് പരിസരത്തെ പോലും നമ്മൾ അഴകുള്ളതാക്കി മാറ്റുന്നതിൻ്റെ അടയാളമാണെന്നൊക്കെ പറയാൻ പറ്റും. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു സെൽഫ് എസ്റ്റീം വളർത്തിയെടുക്കുക. നമ്മളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും നമ്മൾ ജീവിക്കുന്ന ജീവിതത്തെക്കുറിച്ചും അതിൻ്റെ ദൗത്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു എസ്റ്റീം, ഒരു മൂല്യം നമ്മൾ കണ്ടെത്തി അത് വളർത്തിയെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മയുണ്ടാകും. അത് നമ്മൾ ജീവിക്കുന്ന ഭവനങ്ങളെയോ പരിസരങ്ങളെയോ അവസ്ഥകളെയോ ഒക്കെ സ്വാധീനിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ചിന്ത പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് ഓർക്കണം. നഷ്ടപ്പെട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അറിയാതെ നഷ്ടപ്പെട്ട് പോയ ഒരുപാട് നന്മകളുണ്ട്, ഒരുപാട് അഴകുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കിടപ്പ്. അതെല്ലാം നമ്മുടെ ധ്യാനത്തിൻ്റെ പഠനത്തിന് വിഷയമായിട്ട് എടുത്ത് നമുക്ക് എന്തുമാത്രം ഉന്നതങ്ങളിലേക്ക് പോകാൻ പറ്റും എന്ന് നമുക്ക് ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നല്ല തമ്പുരാനെ, നീ ഞങ്ങൾക്ക് നൽകിയ ഈ ജീവിതം ഒരുപാട് അഴകുള്ളതാണെന്ന്, അത് നിന്നോളം തന്നെ നന്മയുള്ളതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പക്ഷെ പലപ്പോഴും ഞങ്ങളെ നന്മകൾക്ക് ഊന്നൽ കൊടുക്കാതെ നിൻ്റെ ഛായാസാദൃശ്യം സൃഷ്ടിക്കപ്പെട്ടവരായ ഞങ്ങൾ അപകർഷതാബോധം കൊണ്ട് തലകുനിച്ച് ജീവിക്കുന്നവരായി മാറാറുണ്ട്. എവിടെയോ നിരാശയും ദുഃഖവും ഞങ്ങളുടെ ജീവിതങ്ങളെ ബാധിക്കുന്നു. അത് ഞങ്ങളെ മാത്രമല്ല, അങ്ങനെയുള്ള ഞങ്ങളുടെ ജീവിതങ്ങൾ ഞങ്ങളുടെ കൂടെയുള്ളവരെ കൂടെയും ബാധിക്കുന്നു എന്ന് ഞങ്ങളറിയുന്നു. അതുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും ഞങ്ങളിലുള്ള നന്മകളെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനും കൊടുക്കുവാനും, അങ്ങനെ ഞങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകളെ പോലും നന്മയുള്ളതാക്കി അഴകുള്ളതാക്കി മാറ്റാൻ വേണ്ട ഒരു പ്രത്യേകമായ വെളിച്ചവും കൃപയും ഈ നോമ്പ് കാലത്ത് ഞങ്ങളിലേക്ക് കർത്താവെ അയച്ചു തരണമേ. പുതിയ ബോധ്യങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. വലിയ മാറ്റങ്ങൾക്ക് ഞങ്ങളെ വിധേയരാക്കണമേ. ഒരുപാട് വളർച്ച ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ നൽകിയ എല്ലാ കൃപകളെയും ഓർത്ത് നിനക്ക് നന്ദി പറയുന്നു. എല്ലാ നന്മകളും ഓർത്ത് സ്തോത്രം പറയുന്നു. അവയെല്ലാം കൂടുതൽ വളരാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ. സഹോദരങ്ങളെ, നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെടുന്നവരാണ്. നമുക്ക് കിട്ടുന്ന വെളിച്ചവും നന്മയും ബോധ്യങ്ങളുമെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുമ്പോൾ അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ ഒപ്പം ജീവിക്കുന്നവർക്കും അത് വലിയ ഗുണമായി ഭവിക്കുന്നില്ലേ? അതുകൊണ്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അവരെയും നമ്മൾ സ്നേഹിക്കുന്നു. നമ്മളെ സ്നേഹിക്കുന്നത് പോലെ അവരുടെ ഉന്നതിയാണ് നമ്മുടെ കൂടി ഉന്നതി എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നവരെ, നമ്മുടെ പ്രിയപ്പെട്ടവരെയെല്ലാം നമുക്കൊരു നിമിഷം ഓർക്കാം. ഇന്ന ആളുകളൊക്കെ എൻ്റെ കൂടെ ജീവിക്കുന്നവരാണ്. അവരൊക്കെ എന്തുമാത്രം സന്തോഷം അനുഭവിക്കുന്നു, എന്തുമാത്രം നന്മയിലേക്ക് വളരുന്നു എന്നൊക്കെ നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സങ്കടപ്പെടുന്നവരെ, ദുഃഖിക്കുന്നവരെ, വേദനിക്കുന്നവരെ ഒക്കെ ആശ്വസിപ്പിക്കുവാനുള്ള നല്ല വാക്കുകൾ ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ പോലെ മറ്റുള്ളവരെക്കുറിച്ച് നല്ല ചിന്തകൾ പുലർത്താനും, ആരോടും അസൂയ കാണിക്കാതിരിക്കാനും, അഹങ്കാരികളായി മാറാതിരിക്കാനും, എളിമയും വിനയമുള്ളവരായി തീരുവാനും ഞങ്ങളെ എല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും, പ്രത്യേകമായി ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ നല്ല ചിന്തകളും ആഗ്രഹങ്ങളുമെല്ലാം നിൻ്റെ മാതാവായ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ ഞങ്ങൾ പ്രത്യേകമായി നിനക്ക് സമർപ്പിക്കുന്നു. നന്മയുള്ളവരായി ജീവിച്ച സകല വിശുദ്ധരെയും ഞങ്ങൾ ഓർക്കുന്നു. സ്വർഗത്തിൽ ഞങ്ങളോടൊപ്പം വസിക്കുന്ന, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹങ്ങൾ പ്രാപിച്ചു തരുന്ന ഞങ്ങളുടെ വിശുദ്ധരെ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ പേരിൻ്റെ കാരണഭൂതരായിരിക്കുന്ന വിശുദ്ധരെ, ഞങ്ങളുടെ ഇടവക മധ്യസ്ഥരെയൊക്കെ ഓർത്ത് ഞങ്ങളോടുകൂടി അവരുണ്ട് എന്ന ചിന്തയിൽ അവരുടെ മാധ്യസ്ഥൻ പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ഈ ചെറിയ ജീവിതത്തെ നന്മ നിറഞ്ഞതാക്കി മാറ്റാൻ അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന മരിയൻ കൂടാരങ്ങളിലുള്ള എല്ലാ സഹോദരങ്ങളെയും ഈ സുവിശേഷ പ്രസ്ഥാനത്തെയും
ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിൻ്റെ നല്ല നിയോഗങ്ങളെയും വിറ്റ്നസ് ടി വിയുടെ പ്രവർത്തനങ്ങളെയെല്ലാം നിനക്ക് സമർപ്പിച്ചുകൊണ്ട് എല്ലായിടത്തും ഞങ്ങളുടെ എല്ലാ അധ്വാനങ്ങളും ഫലമടയുന്നതായിത്തീരാൻ നിൻ്റെ കൃപയാനുഗ്രഹവും ഞങ്ങളിലേക്ക് സമർത്ഥമായിട്ട് വർഷിക്കണമെന്ന് ഞങ്ങൾ കർത്താവെ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗീയ മധ്യസ്ഥയുടെയും കരങ്ങളിലൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവാം. അവരെ നമുക്ക് പ്രത്യേകം ഓർത്തുകൊണ്ട് ആരെങ്കിലും നമുക്ക് വേണ്ടി ഒരു ചെറിയ പ്രാർത്ഥനയെങ്കിലും അർപ്പിക്കുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് അനുഗ്രഹം ധാരാളമായിട്ട് നമുക്ക് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അനേകർക്ക് നന്മയുണ്ടാകാനിടയാകട്ടെ.
നമ്മുടെ എല്ലാ യാതനകളെയും പ്രാർത്ഥനകളെയും നമുക്ക് സഭയോട് ചേർത്ത് കർത്താവിന് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. പരിശുദ്ധ മാർപ്പാപ്പായുടെ നിയോഗങ്ങളെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും ആത്മായ പ്രേക്ഷിതരെയും എല്ലാ സുവിശേഷ പ്രവർത്തകരെയും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ അനുഗ്രഹപ്രദമാക്കി തീരാനും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ജപമാല ചൊല്ലിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന് ഭക്തിയോടെ പ്രാർത്ഥിച്ച് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങളോട് ചേർന്ന് ജീവിക്കുന്ന എല്ലാവരോടും നിങ്ങളുടെ നല്ല നിയോഗങ്ങളോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവ് നമുക്ക് നൽകിയ ഈ ദിവസം നന്ദിയോടുകൂടി സ്വീകരിച്ച് എല്ലാ അനുഗ്രഹം നിറയാനായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.